ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ കുറച്ച് വൈറ്റ് ലെക്കാച്ചിയ പ്ലാന്റ്സ് ഉണ്ട്, ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇത് എന്താണെന്ന് പേര് ഓർമ്മയില്ല. പിന്നെ കുറച്ച് ചെടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്നത് ബാക്കി വന്ന ചെടികളാണ് സെയിലിന് ഇട്ടതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ അതിൽ നിറയെ തൈകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം അത് മഴയൊക്കെ ആയി കഴിയുമ്പോൾ സെയിലിന് ഇടണമെന്ന് വിചാരിക്കുന്നു. ചൂട് സമയമാകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചെടികൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അയക്കാതിരുന്നത്. നല്ലൊരു കൊറിയർ സർവീസും കണ്ടുപിടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ ചെടികൾ അയച്ചത് ഇങ്ങനെ ഭയങ്കര താമസമായിരുന്നു അവർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അത് കാരണം നിർത്തി വെച്ചതായിരുന്നു. 1-2 പേർക്ക് കിട്ടാത്തതുണ്ട്. അപ്പം കിട്ടാത്തത് നമുക്ക് തിരിച്ചെത്തിക്കേണ്ടതല്ലേ കൊറിയർ സർവീസുകാർ. അവരും ഏറ്റെടുത്തില്ല, നമുക്കും തിരിച്ച് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ കുറച്ച് പയറ് ചെടികളാണ്. പയറ് ചെടി ചൂടായത് കാരണം തോന്നുന്നു എല്ലാം ഉണങ്ങുന്നുണ്ട്. പിന്നെ നിറയെ മുഞ്ഞയും പിടിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇത് വെയിലിൻ്റെ കാഠിന്യം കാരണമാണെന്ന് തോന്നുന്നു. ചൂട് നല്ലപോലെ ഇലകളൊക്കെ ഉച്ചയാകുമ്പോഴേ കരിഞ്ഞു പോവുകയാണ്. ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ചതാണ്, എന്നിട്ടും ഇലകൾ കരിഞ്ഞു പോകുന്നു. പിന്നെ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷമാണ് ഞാൻ നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ചെടിയുണ്ട് കുറച്ച്, അമരച്ചെടി, അതും കുറച്ച് പാകിയിട്ടിട്ടുണ്ട്. അതും കിളിക്കുന്നുണ്ട്. പക്ഷെ മഴ സമയത്താണോ ഇതിൻ്റെ സീസണെന്നറിയില്ല. ഇതുവരെ പൂത്തിട്ടില്ല. ഇത് ഇവിടെ ഞാൻ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, അതിൻ്റെ വിത്ത്. അപ്പോൾ അതും കിളിർത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കമ്പോസ്റ്റ് ആക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മീനിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ട് വയ്ക്കുകയാണ്. ഇത് ഇവിടെ ഡസ്റ്റിൽ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ വെച്ചേക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ അതെടുത്ത് കളയാൻ മറന്നു പോകും. അത് കാരണം ഞാനിങ്ങനെ പോട്ടിലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ട് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ചെടി നടുന്ന എന്തിൻ്റെയെങ്കിലും ചുവട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അതിൽ നിന്ന് അത് ലിക്വിഡായിട്ടുള്ളത് അതിൻ്റെ ചുവട്ടിൽ വീഴുകയും ചെയ്യും. ചെടി കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചിലപ്പം ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാറുമുണ്ട്. അങ്ങനെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.